നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയയുടെ 3 ആൺമക്കളും 4 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടു. ഖത്തറിൽ കഴിയുന്ന ഹനിയ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഗാസ സിറ്റിയിലെ അൽഷാറ്റി അഭയാർത്ഥി ക്യാമ്പിൽ ഹനിയ കുടുംബത്തിന്റെ കാറിൽ ഡ്രോൺ പതിച്ചാണ് ഇവരുടെ മരണമെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ ചർച്ചകൾ അവതാളത്തിലായേക്കും. അൽ ജസീറ ചാനലിനോട് മരണവിവരം പങ്കിട്ട് ഹനിയ, ഹമാസ് നേതാക്കളുടെ ബന്ധുക്കളെ ലക്ഷ്യമിടുന്നതിലൂടെ ഞങ്ങളുടെ ആളുകളുടെ നിശ്ചയദാർഢ്യം തകർക്കുമെന്നാണ് അധിനിവേശക്കാരുടെ വിശ്വാസമെന്ന് പറഞ്ഞു. സമാധാന ചർച്ചകളെയും ബന്ദിമോചനത്തെയും ഇത് ബാധിക്കുമെന്ന മുന്നറിയിപ്പും നൽകി. തന്റെ മക്കളും പേരക്കുട്ടികളും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും മക്കളുടെയും ഉൾപ്പെടെ കുടുംബത്തിൽ 60 പേർ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടെന്നും ഹനിയ പറഞ്ഞു. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും US-ന്റെയും മധ്യസ്ഥതയിൽ കെയ്റോയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ കാര്യമായ പുരോഗതി ഇല്ലാതെ നീങ്ങുമ്പോഴാണ് ഈ വാർത്തയെത്തുന്നത്. ചെറിയ പെരുന്നാൾ ദിനമായ ബുധനാഴ്ചയും ഗാസയിലെ പലയിടത്തും ഇസ്രായേൽ ബോംബിട്ടു. മധ്യ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വ്യോമാക്രമണത്തിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടു. യുദ്ധത്തിന്റെയും പട്ടിണിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഗാസക്കാർ ഈദ് പ്രാർത്ഥന നടത്തി. കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളിയിലും പ്രാർത്ഥനയ്ക്കായി ആയിരങ്ങളെത്തി. ഗാസയിലെ യുദ്ധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. നെതന്യാഹുവിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ലെന്നും സ്പാനിഷ് മാധ്യമമായ യൂണിവിഷന് നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു. വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണം. 6-8 ആഴ്ചകൾക്കുള്ളിൽ ഗാസയെ സഹായം കൊണ്ട് നിറയ്ക്കണം. സഹായം വിതരണം ചെയ്യാൻ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെ അനുവദിക്കണം എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. അത് ഇപ്പോൾ തന്നെ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത സഖ്യകക്ഷികൾ എന്ന നിലയിൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിന് നിർബാധം പിന്തുണച്ച US അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയർന്നതോടെയാണ് സ്വരം മാറ്റിയത്. ഈദ് സന്ദേശത്തിലും ബൈഡൻ ഗാസയെ അനുസ്മരിച്ചു. ഗാസയും സുഡാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘർഷവും വിശപ്പും അനുഭവിക്കുന്നവർക്കും ഭവനരഹിതരായവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന സൂചന നൽകിയ ഓസ്ട്രേലിയ, മരവിച്ചു കിടക്കുന്ന പശ്ചിമേഷ്യ സമാധാന പ്രക്രിയ പുനരാരംഭിക്കാനും ഈ മേഖലയിലെ തീവ്രവാദ ശക്തികൾ ഇല്ലാതാക്കാനും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലൂടെ സാധിക്കുമെന്നും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് പറഞ്ഞു. ബ്രിട്ടൻ, അയർലൻഡ്, മാൾട്ട, സ്ലൊവേനിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയയും ഇക്കാര്യം സൂചിപ്പിച്ചത്. 2014 പലസ്തീനെ അംഗീകരിച്ച സ്വീഡനാണ് ഈ നീക്കം നടത്തിയ ആദ്യ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യം. ബൾഗേറിയ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി, പോളണ്ട്, റൊമാനിയ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ മുൻപേ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആനുപാതികമല്ലാത്ത സൈനിക നടപടി പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നും സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പറഞ്ഞു. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.